ഈ കേരളത്തിലെ സ്കൂൾ അധ്യാപകർ ഇപ്പം പ്രധാനമായും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ അഭിപ്രായത്തിൽ? ഒരുപാട് പ്രശ്നങ്ങൾ അധ്യാപകർ അനുഭവിക്കുന്നുണ്ട്. അധ്യാപകരൊക്കെ ഭയങ്കര സ്ട്രെസ്ഡാണ്. അധ്യാപകർ സ്ട്രെസ്സിലൂടെയാണ്. കാരണം അവർക്ക് ടീച്ചറുടെ ജോലി മാത്രമല്ല ചെയ്യാനുള്ളത്, അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. സമഗ്ര വേണം, സ്പോർട്സ് വേണം, യുഡൈസ് വേണം, എലക്ഷൻ വേണം, സെൻസസ് വേണം, സർവേ വേണം. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യണം, പലതരത്തിലുള്ള ക്ലർക്കിൻ്റെ ജോലി വരെ ചെയ്യുന്ന അധ്യാപകരുണ്ട്. അതൊരു പ്രധാന പ്രശ്നമാണ്. ടീച്ചറുടെ ജോലി മാത്രമല്ല അവർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പോളിസിയിൽ വരുന്ന കുറേ ചെയ്യൽ, പുസ്തകങ്ങൾ മാറുന്നു, കരിക്കുലത്തിൽ മാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അധ്യാപകരെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളുടെ അച്ചടക്കരായിട്ട്, കുട്ടികൾ ഈ പുതിയ ജനറേഷൻ കുട്ടികൾ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അധ്യാപകർക്ക് നല്ല പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ വളരെ വലിയ രീതിയിൽ കുഴപ്പക്കാരായി മാറുമ്പോൾ ഇത് അധ്യാപകരും അതിനൊരു പരിധിവരെ ഉത്തരവാദികളാണ്. പക്ഷേ എന്നാൽ പോലും ഇത് അധ്യാപകരുടെ ആ ജോലി ഭാരം വല്ലാതെ വലുതാക്കുന്നുണ്ട്. പിന്നെ പാരൻസിൻ്റെ പ്രഷർ, അവരുടെ എക്സ്പെക്റ്റേഷൻ, വളരെ വലിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ. പിന്നെ കുറേ ടീച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ട് ജോബ് ഇൻസെക്യൂരിറ്റി. അവരുടെ ജോലി ഒരു സെക്യൂർഡ് അല്ല. ഇപ്പോൾ പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിനൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അവർക്കില്ല. അതേപോലെ തന്നെ ഈ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പല ടീച്ചേഴ്സിനും പറ്റുന്നില്ല. ഇത് അവരനുഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ഇന്ന് ക്ലാസ് റൂമുകളിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല ടീച്ചേഴ്സിന്. പക്ഷേ അവർക്കത് ഒരു 20 വർഷം 25 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന് ടെക്നോളജി അക്വയർ ചെയ്യുന്ന പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ പുതിയ ടീച്ചേഴ്സിന് അത് പറ്റും. പക്ഷേ കുറച്ച് പഴയ ടീച്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പോളിസി വിഷനും റിയാലിറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. നിലവിൽ പോളിസി ഇപ്പോൾ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന പോളിസികളൊക്കെ ഗംഭീരമാവും, വിഷനൊക്കെ നല്ലതാണോ, പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കുറേ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അധ്യാപകർ നിരവധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനും വയ്യ. വലിയ പ്രഷറിൽ തന്നെയാണ് ഇന്നത്തെ അധ്യാപക സമൂഹം. അവർ ഭയങ്കര ടെൻഷനിലാണ്, പ്രഷറിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് അധ്യാപകർ നേരിടുന്നത്.